വിഷു പ്രമാണിച്ച് നമ്മൾ നാട്ടിൽ നിന്ന് ഒരു 45 കിലോ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. പാക്കിംഗ് ഇച്ചിരി മുറ്റ, അതുകൊണ്ട് നമുക്ക് മല്ലന്മാരുടെ സഹായം തേടാം. ഇന്നലെ വൈകുന്നേരമാണ് സാധനം കയ്യിൽ കിട്ടിയത്. എന്താ ടൈമിംഗ് അല്ലേ? ഇതിൻ്റെ അകത്ത് കുറച്ച് ചിപ്സ്, ചക്കപ്പേരി, വറുത്തപ്പേരി, ശർക്കരപ്പേരി, ഇൻസ്റ്റന്റ് പായസം, പിന്നെ SAS പേപ്പർ വാഴയില, കണിക്ക് വെക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ 1-2 കാസ്റ്റ് അയണിന്റെ പാത്രങ്ങളാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ അടുക്കളയിലെ നോൺ സ്റ്റിക്ക് ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കുറച്ച് കാസ്റ്റ് അയണിലോട്ടും സ്റ്റീലിലോട്ടും ഒക്കെ ഒന്ന് മാറിയാലോ എന്ന് ആലോചിക്കുകയാണ്. ഒരു ശ്രമം. പിന്നെ മിക്സിയുടെ 1-2 ജാറ് കേട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും പുതിയത് വെച്ചിട്ടുണ്ടായിരുന്നു. കൊറിയറും എല്ലാം ഒരറ്റത്തുനിന്ന് തുറന്നു വന്നപ്പോൾ ഇതെനിക്കൊരു ടോട്ടൽ സർപ്രൈസ് ആയിരുന്നേ. നല്ല ഐശ്വര്യമുള്ള ഒരു കൃഷ്ണന്റെ വിഗ്രഹം. നല്ല ഭംഗിയില്ലേ കാണാൻ? വീഡിയോയിൽ കാണുന്നതിനൊക്കെ ഒരു 100 ഇരട്ടി ചന്തം ഉണ്ടായിരുന്നു നേരിട്ട് കാണാൻ. ഞാനിപ്പോൾ 3ാമത്തെ തവണയാണ് മലബാർ വേൾഡ് വൈഡ് ലോജിസ്റ്റിക്സ് വഴി കൊറിയർ അയക്കുന്നത്. ഈ പാക്കിങ്ങിന്റെ വല്ല സ്പെഷ്യലൈസ്ഡ് കോഴ്സും കഴിഞ്ഞിട്ടാണോ ഒരു പാക്ക് ചെയ്യുന്നത്? എമ്മാരി പാക്കിംഗ് ആയിരുന്നു. വല്ല മഴ ഉണ്ടെങ്കിൽ വെട്ടിപ്പൊളിക്കായിരുന്നു. ആ ചിപ്സിന്റെ പാക്കറ്റിലോട്ടൊക്കെ ഒന്ന് നോക്കൂ, ഒരു ചിപ്സ് പോലും പൊടിഞ്ഞു പോയിട്ടില്ല. ഈ നാട്ടിൽ നിന്ന് അമ്മയും അച്ഛനും അയക്കുന്ന കൊറിയറിന് ഒരു പ്രത്യേക സ്നേഹത്തിന്റെ മണമല്ലേ. എനിക്കാണെങ്കിൽ ഒടുക്കത്തെ ക്യൂരിയോസിറ്റി, ആക്രാന്തോ എന്തൊക്കെയാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളതെന്ന് അറിയാൻ. ഇതുവരെയുള്ളതെല്ലാം പെർഫെക്റ്റ് ഓക്കെ, നല്ല എക്സൈറ്റിംഗ് ആയിരുന്നു. ഇനി ഞാനിതെല്ലാം ഒറ്റയ്ക്ക് എടുത്തു വെക്കണ്ടേ? ആലോചിച്ചിട്ട് ക്ഷീണാവുന്നു.